ഹലോ, എൻ്റെ പേര് ഷൈന. ഞാനൊരു നേഴ്സാണ്. അതോടൊപ്പം കാട്ടാക്കടയിലുള്ള യുണീക്ക് ഫിറ്റ്നസ് സ്റ്റുഡിയോയിലെ ഒരു ഫിറ്റ്നസ് ട്രെയിനറൂടെയാണ്. ഇത് എൻ്റെ ഹസ്ബൻഡിൻ്റെ സഹായത്തോടു കൂടെ തുടങ്ങിയ ഒരു സ്ഥാപനമാണ്. ഞാൻ ബേസിക്കലി ഒരു നേഴ്സാണെങ്കിലും എൻ്റെ ഒരു പാഷനായിരുന്നു ഒരു ഫിറ്റ്നസ് ട്രെയിനർ ആവുക എന്നത്. കാരണം ഞാൻ നേഴ്സായതുകൊണ്ട് എൻ്റെ OPയിൽ അല്ലെങ്കിൽ എൻ്റെ ഹോസ്പിറ്റലിൽ വരുന്ന ഒരുപാട് പേഷ്യൻസിനെ എനിക്കറിയാം. പ്രത്യേകിച്ചും സ്ത്രീകൾ, അവർക്ക് ഒരുപാട് ഹെൽത്ത് റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ട്. ഈവൻ പ്രഗ്നൻസി കഴിയുമ്പോൾ അല്ലെങ്കിൽ മാരേജ് അടുത്ത് വരുമ്പോൾ ഗൈനക് റിലേറ്റഡ് ഇഷ്യൂസ്, PCOS പോലുള്ള ഇഷ്യൂസ് കാരണം ഒരുപാട് ഹെൽത്ത് റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ അവരെങ്ങനെ അവരുടെ ബോഡി ഇമേജ് മെയിൻറ്റെയിൻ ചെയ്യും? പലരും വീട്ടുകാരോട് പറയാനുള്ളൊരു പേടി കാരണം ജിമ്മിൽ പോകാൻ മടിക്കുന്നവരുണ്ട്. അല്ലെങ്കിൽ ഇതൊക്കെ പുരുഷന്മാർക്കല്ലേ ജിമ്മിൽ പോകുന്നത്, സ്ത്രീകളെ കൊണ്ടിത് പറ്റുമോ? വെയ്റ്റ് ട്രെയിനിങ് അല്ലെങ്കിൽ വാമപ്പ് എക്സസൈസ് ഇതൊക്കെ സ്ത്രീകൾക്ക് ചെയ്യാമോ എന്നുള്ള മിഥ്യാധാരണകളും പല ആളുകളുടെ ഇടയിലും ഉണ്ട്. അപ്പോൾ അതൊക്കെ എൻ്റെ മൈൻഡിൽ വന്നതുകൊണ്ടും ഇതിനെയെല്ലാം എനിക്ക് എന്നെക്കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഇൻസ്പിറേഷൻ എൻ്റെ മൈൻഡിൽ വന്നതാണ് ഈ ഒരു ഫിറ്റ്നസ് സ്റ്റുഡിയോ തുടങ്ങാൻ തന്നെ കാരണം. ഈവൻ നമ്മുടെ ജിമ്മിൽ വരുന്ന കൂടുതൽ ക്ലയൻസും ഇപ്പോൾ ലേഡീസാണ്. അവർ വരുന്ന അവരുടെ എയിം എന്ന് പറയുന്നത് വെയ്റ്റ് ലോസ് തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പുരുഷന്മാർക്ക് മാത്രമല്ല വെയ്റ്റ് ട്രെയിനിങ്ങും വാമപ്പ് എക്സസൈസും പറ്റുന്നത്, സ്ത്രീകൾക്കും അത് ഈക്വലി ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. ബട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എപ്പോഴും ഒരു സർട്ടിഫൈഡ് ട്രെയിനറുടെ ഗൈഡൻസിൽ അത് ചെയ്യണം എന്ന് മാത്രം. ഇന്ന് ഞാനിവിടെ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പോകുന്ന വർക്കൗട്ട് എന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മുടെ സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഫാറ്റാണ് അബ്ഡോമിനൽ ഫാറ്റ്, അല്ലെങ്കിൽ ലെഗിലുണ്ടാവുന്ന തൈ മസിൽസിലുണ്ടാവുന്ന ഫാറ്റ്, അപ്പർ ബാക്കിലുണ്ടാവുന്ന ഫാറ്റ്. അത് കൂടുതലും ഡെലിവറി കഴിയുമ്പോഴാണ് ഫാറ്റ് കൂടുതലും അവരുടെ ബോഡി ഇമേജ് ഡിസ്റ്റർബൻസ് ആയിട്ട് വരുന്നത്. കാരണം അവർക്ക് വ്യായാമക്കുറവ് കാരണവും പിന്നെ ബെഡ് റെസ്റ്റ് എടുക്കുമ്പോൾ ഫാറ്റ് ഒരുപാട് അവർക്ക് ശരീരത്തിൽ ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇന്ന് ഫസ്റ്റ് ചെയ്യാൻ പോകുന്ന വർക്കൗട്ട് അപ്പർ ബാക്ക് മസിൽസിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അപ്പർ ബാക്ക് മസിൽസിനും നമുക്ക് ചെയ്യാൻ പറ്റും, ലോവർ ബാക്ക് മസിൽസിനും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിന്ന് ഫസ്റ്റ് എൻ്റെ ഒരു ക്ലയൻറ്റിനെ പരിചയപ്പെടുത്താണ്. പുള്ളിക്കാരിയുടെ പേര് രസ്ന എന്നാണ്. പുള്ളിക്കാരി ഇവിടെ 3 months ആയിട്ട് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. എൻ്റെ നല്ലൊരു ക്ലയൻറ്റാണ്. അപ്പോൾ രസ്ന, എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് ഇവിടെ വന്നിട്ട് രസ്നയ്ക്ക് ഉണ്ടായത് ഒന്ന് ഷെയർ ചെയ്യാമോ? ഞാനിവിടെ 3 months ആയി വന്നിട്ട്. എനിക്കിവിടെ വന്നിട്ട് നല്ല റിസൾട്ടാണ് ഉണ്ടായത്. ഒരു 7 kg എനിക്ക് കുറയ്ക്കാൻ പറ്റി. അത് ഇവിടെ തരുന്ന നല്ലൊരു മോട്ടിവേഷൻ, നമുക്ക് തരുന്ന ഇൻസ്ട്രക്ഷൻ, ഇതെല്ലാം നന്നായിട്ട് തന്നെയാണ് തരുന്നത്. ഇത്ര വെയിറ്റ് കുറഞ്ഞൊന്നും ഇപ്പോൾ പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ എല്ലാവർക്കും ഒരു ധാരണയുണ്ട്, ഈ വെയിറ്റ് ട്രെയിനിങ് ഒരു 1 മണിക്കൂർ 1.5 മണിക്കൂർ ചെയ്യുമ്പോഴാണ് നമുക്ക് വെയിറ്റ് കുറയുന്നത്. അങ്ങനെയാണോ? അല്ല, അതിന് ഇവിടെ നിന്ന് ഒരു കൃത്യമായിട്ടൊരു ഡയറ്റ് തരുന്നുണ്ട്. അത് നമ്മൾ ഫോളോ ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ നിന്ന് നമ്മൾ ചെയ്യുന്ന ആ വർക്കൗട്ട് അതെല്ലാം കിട്ടുമ്പോഴാണ് ആ ഒരു വെയിറ്റ് ലോസ് സംഭവിക്കുന്നത്. എനിക്ക് അങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. ഞാൻ നല്ലൊരു ഡയറ്റ് എടുക്കുന്നുണ്ട്. അതെനിക്ക് ഇവിടുന്ന് തരുന്ന ട്രെയിനേഴ്സിൻ്റെ ആ ഒരു സപ്പോർട്ടാണ്, നല്ല സപ്പോർട്ടാണ്. നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്, ഞങ്ങളെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്, നല്ല വർക്കൗട്ട് തരുന്നുണ്ട്, കൂടെ നിന്നാണ് സപ്പോർട്ട് ചെയ്യുന്നത് ഇവിടുത്തെ ട്രെയിനേഴ്സ് എല്ലാം. ഞാൻ വന്ന വെയിറ്റിനേക്കാളും ഏകദേശം ഒരു 10 കിലോ അടുപ്പിച്ചോളം എനിക്ക് കുറഞ്ഞിട്ടുണ്ട്. അതെൻ്റെ ഫേസിലും എൻ്റെ ബോഡിയിലും അത് നന്നായിട്ട് എനിക്കത് മാറ്റം അറിയാൻ പറ്റുന്നുണ്ട്. എനിക്ക് നല്ല രീതിയിൽ അപ്പർ ബാക്കൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതെല്ലാം ഇപ്പം നന്നായിട്ട് മാറിയിട്ടുണ്ട്. എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഒരു 3 മാസം കൊണ്ട് തന്നെ നല്ല റിസൾട്ട് എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. അടിപൊളിയാണ്. ഓക്കെ, അപ്പോൾ രസ്നയുടെ എക്സ്പീരിയൻസ് നമ്മൾ കേട്ടല്ലോ. അപ്പോൾ രസ്ന പറഞ്ഞതുപോലെ രസ്നക്ക് നേരത്തെ അപ്പർ ബാക്ക് നല്ല ഉണ്ടായിരുന്നെന്ന് വെച്ചാൽ വീതി, അതായത് ഫാറ്റ്, ഇതൊക്കെ അതിൽ ഉൾപ്പെടും. അപ്പോൾ ഇന്ന് ഞാൻ ഈ ചെയ്യാൻ പോകുന്ന മെഷീനിൽ ഞാനത് എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരും. അപ്പോൾ നമുക്ക് എന്തായാലും വർക്കൗട്ടിലോട്ട് പോവാം. അപ്പോൾ രസ്ന നമുക്ക് കാണിച്ചു കൊടുത്താലോ? ഈ മെഷീൻ്റെ പേര് ലാറ്റ് പുൾ ഡൗൺ മെഷീൻ എന്നാണ് പറയുന്നത്. ഇത് നമ്മൾ അപ്പർ ബാക്ക് മസിൽസിനും ലോവർ ബാക്ക് മസിൽസിനുമാണ് ഈ മെഷീനിൽ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്. ഇതിൽ മാഗ്രിപ്പ് എന്ന് പറയുന്നൊരു അക്സസറി ഉണ്ട്. ഇത് 5 types ആണ്. ഇപ്പോൾ പ്രസൻ്റ്ലി നമ്മളിവിടെ 5 types ഓഫ് വർക്കൗട്ടാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ കൂടുതലും നമുക്ക് ഈ മാഗ്രിപ്പ് വെച്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫസ്റ്റ് അപ്പർ ബാക്ക് മസിൽസിൻ്റെ വർക്കൗട്ടാണ് ഞാൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ രസ്ന, ഇത് വെയിറ്റ് നമ്മൾ ലോഡ് ചെയ്തിട്ട് പുള്ള് ചെയ്യാണ് ചെയ്യുന്നത്. സ്ട്രെയിറ്റ് ആയിട്ടിരിക്കണം.
ഓക്കെ, സ്ട്രെയിറ്റ് ആയിട്ട് വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ അപ്പർ ബാക്ക് മസിൽസ്. കാല് ടൈറ്റ് ചെയ്ത് വെക്കുക. ഈ അപ്പർ ബാക്ക് മസിൽസ് ടൈറ്റൻ ചെയ്യാനുള്ള വർക്കൗട്ടാണ്. വെയിറ്റ് പുള്ളി ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് പുള്ളി ചെയ്ത് ഒരു 0.5 സെക്കൻഡ് നമ്മൾ ഹോൾഡ് ചെയ്യുക. ഹോൾഡ് ചെയ്തിട്ട് മാക്സിമം സ്ട്രെച്ച് ചെയ്ത് റിലീസ് ചെയ്യുക. ഇത് നമ്മൾ വെയിറ്റ് ഗെയിനും വെയിറ്റ് ലോസിനും നമ്മൾ ഡിഫറെൻറ്റ് റെപ്സ് ആണ് കൊടുക്കുന്നത്. ഇപ്പോൾ രസ്നയ്ക്ക് വെയിറ്റ് ലോസ് ആണ്, അതുകൊണ്ട് നമ്മൾ 15 to 20 റെപ്സ് കൊടുക്കും. അതേസമയം വെയിറ്റ് ഗെയിനിന് വരുന്ന ക്ലയൻ്റ് ആണെങ്കിൽ 8 to 12 റെപ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, മാക്സിമം സ്ട്രെച്ച് ചെയ്ത് റിലീസ് ചെയ്യും. ഒരു ക്ലയൻറ്റ് നമ്മുടെ അടുത്ത് വരുമ്പോൾ നമ്മൾ വർക്കൗട്ട് കൊടുക്കുന്നതിന് മുന്നേ അവരുടെ ഹൈറ്റ്, ഏജ്, അതോടൊപ്പം തന്നെ അവരുടെ വെയിറ്റ് നമ്മൾ നോക്കും. എന്നിട്ടാണ് അവർക്ക് എത്ര kg വെയിറ്റ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന്. ഫസ്റ്റ് നമ്മളൊരു വർക്കൗട്ട് കൊടുക്കുമ്പോൾ 0 വെയിറ്റിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ അവരുടെ കപ്പാസിറ്റി അനുസരിച്ച്, അതായത് അവരുടെ ബോഡി വെയിറ്റ്, ഹൈറ്റ്, പിന്നെ ഏജ്, ഇത് 3 ഫാക്ടറും കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ വെയിറ്റ് ഇൻക്രീസ് ചെയ്യുന്നത്. അതനുസരിച്ചിട്ടാണ് നമ്മൾ റെപ്സും കൂട്ടുന്നത്. വെയിറ്റ് ലോസിന് കൊടുക്കുന്ന റെപ്സ് അല്ല വെയിറ്റ് ഗെയിനിന് നമ്മൾ കൊടുക്കുന്ന റെപ്സ്. എങ്കിൽ മാത്രമേ പ്രോപ്പർ ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് ഉണ്ടാവത്തുള്ളൂ. അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ലോവർ ബാക്ക് മസിൽസിൻ്റെ ഒരു വർക്കൗട്ടാണ്. ഇത് വേറൊരു മെഷീനാണ്. ഈ മെഷീൻ്റെ പേര് ഇൻക്ലൈൻഡ് ലീനിയർ റോ എന്ന് പറയും. അതായത് ഇവിടെ നമ്മളെ ക്ലയൻറ്റ് ഇരിക്കുന്നത് ഒരു 45 ഡിഗ്രി ആംഗിളിൽ ഇരുന്നിട്ടാണ് ഈ വർക്കൗട്ട് ചെയ്യുന്നത്. ഇത് ഈ ബാക്ക് മസിൽസ്, അതായത് നേരത്തെ അപ്പർ ബാക്ക് മസിലായിരുന്നു ചെയ്തത്, ഇപ്പോൾ ലോവർ ബാക്ക് മസിൽസ് ടൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വർക്കൗട്ടാണ്. അപ്പോൾ ഇൻക്ലൈൻഡ് ആണ്, അതായത് ഒരു 45 ഡിഗ്രി ആംഗിളിൽ ഇരുന്നിട്ട് ഈ നമ്മുടെ ബാക്ക് സ്ട്രെയിറ്റ് ആയിരിക്കണം, ഷോൾഡർ ബെൻഡ് ചെയ്യാൻ പാടില്ല. വെയിറ്റ് എടുക്കുക, കുറച്ച് പുൾ ചെയ്ത് ഹോൾഡ് ചെയ്യുക, റിലീസ് ചെയ്യുക, മാക്സിമം സ്ട്രെച്ച് ചെയ്ത് റിലീസ് ചെയ്യുക. അതാണ് ഈ വർക്കൗട്ട്. 45 ഡിഗ്രി ആംഗിളിലാണ് ക്ലയൻറ്റിനെ നമ്മൾ ഇരുത്തുന്നത്. ബാക്ക് സ്ട്രെയിറ്റ് ആയിരിക്കണം, ഷോൾഡർ ബെൻഡ് ചെയ്യാൻ പാടില്ല. വെയിറ്റ് പുൾ ചെയ്ത് ഒരു 0.5 സെക്കൻഡ് ഹോൾഡ് ചെയ്തിട്ട് ഫുള്ള് സ്ട്രെച്ച് ചെയ്ത് റിലീസ് ചെയ്യും. ഈ ലോവർ ബാക്ക് മസിൽസ് ടൈറ്റൻ ചെയ്യാനായിട്ടുള്ള വർക്കൗട്ടാണ്. ഇൻക്ലൈൻഡ് ലീനിയർ റോ എന്നാണ് ഈ മെഷീൻ്റെ പേര്. ഫുള്ള് റിലീസ് ചെയ്യുക, ഹോൾഡ് ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഷോൾഡർ സ്ട്രെയിറ്റ് ആയിരിക്കുക, ബെൻഡ് ആക്കാൻ പാടില്ല, ബാക്കും സ്ട്രെയിറ്റും. അപ്പോൾ ഇന്ന് നമ്മൾ കണ്ടത് അപ്പർ ബാക്കിൻ്റെയും ലോവർ ബാക്കിൻ്റെയും വർക്കൗട്ടാണ്. നമ്മുടെ ക്ലയൻറ്റ് രസ്ന അത് നല്ല രീതിയിൽ തന്നെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് തന്നിട്ടുമുണ്ട്. പിന്നെ ഈ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫസ്റ്റ് 10 to 15 മിനിറ്റ്സ് വാമപ്പ് മസ്റ്റാണ്. അതായത് നമ്മൾ ഇപ്പോൾ ജിമ്മിൽ വന്ന ഉടനെ നമ്മൾ വെയിറ്റ് ട്രെയിനിങ്ങിലോട്ട്, മെഷീൻ വർക്കൗട്ടിലോട്ട് പോകത്തില്ല. നമ്മുടെ ഹാർട്ട് മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യാനും ബോഡി സ്വെറ്റ് ആകാനും വാമപ്പ് മസ്റ്റാണ്. അത് കഴിഞ്ഞിട്ടാണ് ഒരു 40 മിനിറ്റ്സ് നമ്മൾ വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്നത്. അല്ലാണ്ട് ഈ 1-1.5 മണിക്കൂർ നമ്മൾ വർക്കൗട്ട് ഈ വെയിറ്റ് ട്രെയിനിങ് ചെയ്താൽ പെട്ടെന്ന് ഫാറ്റ് ലോസ് ഉണ്ടാകും എന്നുള്ളൊരു തെറ്റിദ്ധാരണ എല്ലാവർക്കും ഉണ്ട്. അതിൽ ഒരു കാര്യമില്ല. പ്രോപ്പറായിട്ട് ഒരു 70% ഡയറ്റും അതോടൊപ്പം നമ്മൾ വർക്കൗട്ടും
മസ്റ്റായിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു റിസൾട്ട് ഉണ്ടാകും. പിന്നെ ഈ ബാക്കിൽ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ മെഡിക്കൽ കണ്ടീഷൻസ്, അതായത് ഇപ്പോൾ ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റീസ്, പിന്നെ എന്തെങ്കിലും ലിവർ ഡിസീസ്, അങ്ങനെ മെഡിക്കൽ കണ്ടീഷൻസ് ഉള്ളവർക്ക് നമുക്ക് ഡോക്ടറുടെ അഡ്വൈസോട് കൂടി നമുക്ക് വെയിറ്റ് ട്രെയിനിങ് ചെയ്യാം. അതേസമയം സ്പൈനൽ കോഡ് എന്തെങ്കിലും ഇഞ്ചുറി, അത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഉള്ളവർക്ക് നമ്മൾ ഈ ബാക്കിലെ വെയിറ്റ് ട്രെയിനിങ് വർക്കൗട്ട്സ് മാക്സിമം അവോയ്ഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അടുത്തൊരു എപ്പിസോഡിൽ വേറൊരു വർക്കൗട്ടായിട്ട് കാണാം. ബൈ.